ഹലോ, ജിജൂസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ശ്രീകാന്ത് പറഞ്ഞ് വാർത്ത കേട്ട് ഞെട്ടിയ പത്മത്തെ ആണല്ലോ. തുടർന്ന് ശ്രീകാന്ത് വിക്രമിനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ രമ്യയാണ്. രമ്യ പരാതി നൽകാൻ വേണ്ടിയായിരുന്നു എത്തിയത്. രമ്യ പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഇതിന് പുറകെ എൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന്. എന്നാൽ ഇതിന് പോലീസ് പറയാണ് നിങ്ങൾക്കൊന്നും വരില്ല, വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം എന്നും വിക്രമിനെതിരെ കൂടുതൽ പരാതി ഇതിൽ ഉൾപ്പെടുത്തുമെന്നും. പിന്നീട് കാണിക്കുന്നത് ശ്രീജയും വിശ്വനും സംസാരിക്കുന്നതാണ്. ശ്രീജ പറയുന്നുണ്ട് വിക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നും അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്നും. ഇതേ സമയം അപ്പുറ റൂമിൽ നന്ദിനിയും വിശ്വനും വിക്രമിനെ കുറ്റം പറയുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ രാധയാണ്. രാധയെ കണ്ടതും പോലീസ് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നുണ്ട്. വിക്രമിന് ഏറെ ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടെ വിക്രം പോലീസിന് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെട്ടിയിട്ട് വിക്രമിനെ തല്ലുന്ന പോലീസുകാരെയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ പത്രത്തിലെ വാർത്ത കണ്ട് ഞെട്ടിയ വിശ്വനെയാണ്. വാർത്ത കണ്ടതും വിശ്വൻ ഓടിച്ചെന്ന് സുധാകരനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. ബലാത്സംഗ ശ്രമത്തിൽ പിടിയിൽ ആയി എന്ന വാർത്തയായിരുന്നു അത്. അത് കണ്ടതും സുധാകരൻ ദേഷ്യത്തോടെ പത്രം ചുരുട്ടി എറിയുകയും തനിക്ക് ഇന്നേ വരെ ഇങ്ങനൊരു അപമാനം ഉണ്ടായിട്ടില്ലെന്നും പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.